ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോർലിക്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഹോർലിക്സ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാറ്. പക്ഷേ ഇതുപോലെ ഒരു പ്രോട്ടീൻ പൗഡർ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്. എല്ലാത്തിനും വളരെ നമ്മൾ വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലേവറിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഹോർലിക്സിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഹോർലിക്സിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ അതൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക എല്ലാവരും. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹോർലിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മാൾട്ട് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ ഗോതമ്പാണ്. 1 കപ്പ് ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/4 കിലോ അടുത്ത് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മുളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും മുളപ്പിച്ചിട്ടുള്ള ഗോതമ്പ് എന്ന് പറയുന്നത് അതിനേക്കാളും 10 ഇരട്ടി വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മുളപ്പിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗോതമ്പ് ഒന്ന് 3-4 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ കുതിർക്കാൻ വെക്കുമ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വെക്കുക. അപ്പോൾ രാത്രി വെക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഞാനെപ്പോഴും രാത്രിയാണ് വെക്കാറ്. രാത്രി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും നമുക്ക് ഗോതമ്പ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഗോതമ്പ് കുതിർന്ന് നല്ല വലുതായി വന്നിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചൊരു പരിവായിരിക്കില്ല, നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് തൊടുമ്പോൾ നല്ല ഹാർഡായിരിക്കില്ല, കുതിർന്ന് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റായി കിട്ടും. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കഴുകി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിൽ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു കോട്ടൺ തുണി എടുക്കുക, അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും സഞ്ചി മാതിരിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അതിലേക്ക് ആ ഗോതമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇത്തിരി വെള്ളത്തോടു കൂടി തന്നെയാണ് ഇടുന്നത്. ജസ്റ്റ് ആ വെള്ളം ഒന്ന് കളഞ്ഞ് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അധികം അങ്ങ് ഡ്രൈ ആക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ തുണി നമ്മളൊന്ന് കെട്ടിയതിന് ശേഷം നമ്മളിത് സൂര്യപ്രകാശമൊന്നും ഏൽക്കാത്തൊരു സ്ഥലത്ത് നമ്മളിത് തൂക്കിയിടാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യാറ് അടുക്കളയിൽ തന്നെ തൂക്കിയിടാണ് ചെയ്യുക. അപ്പോൾ അടുക്കളയിൽ സിങ്കിൻ്റെ മുകളിലായിട്ടൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ നമുക്കിതിന് ഇത് നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡെയിലി ഒരു 3-4 തവണ നമ്മൾ നനച്ചു കൊടുക്കണം. അതിലൊരു ഈർപ്പുണ്ടാവണം, എന്നാൽ മാത്രമേ മുള വരുള്ളൂ. പിന്നെ ഗോതമ്പ് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മുതൽ 3 ദിവസം വരെയൊക്കെ എടുക്കും. അപ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. എന്തായാലും ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്തായാലും മുളച്ച് കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ കെട്ടിയിട്ട് ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ നമ്മുടെ കിച്ചണിൻ്റെ സിങ്കിൻ്റെ മുകളിലായിട്ട് തൂക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ തൂക്കിയിടാറ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നനച്ചിട്ടുണ്ടെങ്കിലും വെള്ളമൊക്കെ താഴത്തേക്ക് തന്നെ വീണോളും, സിങ്കിലേക്ക് തന്നെ. അപ്പോൾ ഡെയിലി 2-3 തവണ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3-ാം ദിവസമാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുന്ന ദിവസം നമ്മൾ രാവിലെ ഒന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കാര്യം നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഗോതമ്പ്, അല്ലെങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 ദിവസം വെള്ളം നനച്ച് കൊടുക്കുക, 3-ാമത്തെ ദിവസം വെള്ളം നനക്കാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് ഇതുപോലെ എല്ലാത്തിലും ഇങ്ങനെ മുള പൊട്ടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ മുളക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 3-ാമത്തെ ദിവസം ഒട്ടും മുളച്ചിട്ടില്ലെങ്കിൽ 1 ദിവസം കൂടെ വെക്കുക. അപ്പോൾ വറുക്കുന്നതിന് മുന്നേ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് ഒന്ന് തുണിയിലാണെങ്കിലും ഒന്ന് നിരത്തിയിടുക. അപ്പോൾ വെള്ളം അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് നമ്മുടെ ഈ മുളപ്പിച്ചിട്ടുള്ള ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം, കാര്യം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറും നല്ല ക്രിസ്പി ആവുന്ന വരെ നമ്മളിത് വറുത്തിട്ടെടുക്കണം. പിന്നെ വറുക്കുമ്പോൾ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്.
പിന്നെ ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണമാണ്, ഒരു പ്രത്യേക മണം വരും നമ്മൾ ഗോതമ്പ് വറുക്കുന്ന സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് പൊട്ടാൻ തുടങ്ങും നന്നായിട്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നമ്മൾ അരിയൊക്കെ വറുക്കുമ്പോൾ പൊട്ടുന്ന പോലെ തന്നെയാണ് കേട്ടോ, ഗോതമ്പ് വറുക്കുമ്പോഴും ഇങ്ങനെ പൊട്ടുന്ന പോലെ ഉണ്ടാവും. അതുപോലെ നല്ല ഒരെണ്ണം എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് പൊടിക്കാനുള്ളൊരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ നോക്കാവുന്നതാണ്. ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകണം, അത്രയും ഒരു പരുവം കിട്ടണം നമുക്ക്. എന്താ ഞാൻ ഒരു പ്ലേറ്റിലൊന്ന് നിരത്തിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി, അധികം അങ്ങ് ചൂടാറി പോരുത് കേട്ടോ. നമ്മളിത് വറുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. കാരണം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പൊടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ മില്ലിലൊക്കെ കൊടുത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് പൊടി കിട്ടും. മിക്സിയിൽ പൊടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു 2-3 തവണ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല എന്താ പറയുക, പട്ട് പോലത്തെ പൊടി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. കാര്യം നമുക്കിത് പാലിലൊക്കെ ഇട്ട് അലിയിപ്പിച്ചെടുക്കേണ്ടതുകൊണ്ട് നൈസായിട്ടുള്ള പൊടി അല്ലെങ്കിൽ അത് അലിയില്ല പാലിൽ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചതിന് ശേഷം നന്നായിട്ട് അരിക്കുക. അരിച്ചതിന് ശേഷം ഇങ്ങനെ വരുന്ന ഭാഗം വീണ്ടും ഇട്ടിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ 2-3 തവണ നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഒട്ടും തരിയില്ലാത്ത പൊടി വേണം. ഇതാണ് മാൾട്ട്. അപ്പോൾ നമ്മുടെ മാൾട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഇപ്പോൾ ഗോതമ്പ് മാത്രം തന്നെ നല്ല പ്രോട്ടീനാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നട്ട്സും കൂടെയൊക്കെ ചേർത്താലാണ് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 ബദാമും 10 വാൽനട്ടും കുറച്ച് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് ബദാമിനും അല്ലെങ്കിൽ വാൽനട്ടിനൊക്കെ പകരം കാഷ്യൂ ഉണ്ടെങ്കിൽ അതെടുക്കാം, പിസ്ത ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നട്ട്സ് അങ്ങനെ ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. നട്ട്സ് എപ്പോഴും നല്ല ഹെൽത്തിയാണ്. നമ്മൾ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നട്ട്സ് അതിനകത്ത് ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലുള്ള നട്ട്സ് എടുക്കുക. പിന്നെ ഒരു 10 എണ്ണം വെച്ചൊക്കെ എടുത്താൽ മതി ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ. കാര്യം അധികം നട്ട്സ് ആയാലും എന്താ പറയുക, കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 10 നട്ട്സൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കാര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പൊടി അധികം നാൾ നിൽക്കില്ല. അപ്പോൾ നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് ഇതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് പൊടി സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ അതാ ഞാനിവിടെ ബദാം ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം വാൽനട്ട് വറുത്തെടുക്കാം. പിന്നെ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുക്കണം. എന്താ വെച്ചാൽ ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കപ്പലണ്ടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും, ബദാമൊന്നും പെട്ടെന്ന് ആയി കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ലാസ്റ്റ് കപ്പലണ്ടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കാം. നിങ്ങൾ ഏത് നട്ടാണ് എടുക്കുന്നതെങ്കിലും ഇതുപോലെ വറുത്തെടുത്താൽ മതി. പിന്നെ കപ്പലണ്ടിയുടെ തോലൊക്കെ ഒന്ന് വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിലുകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ എല്ലാ തോലൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ കപ്പലണ്ടിയും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ നട്ട്സും ഒരുമിച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂടൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് നട്ട്സ് പൊടിച്ചെടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നട്ട്സ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നട്ട്സ് പൊടിക്കുമ്പോൾ നമ്മൾ അധികം അങ്ങ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പേസ്റ്റായി വരും. പിന്നെ നമുക്കൊന്നിനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേസ്റ്റായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ആദ്യം ഒന്ന് ഒരു ഇടികല്ലൊക്കെ വെച്ചിട്ടോ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് ചതച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പൊടിയുന്ന മിക്സിയാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി. പക്ഷെ അടിക്കുമ്പോൾ പതുക്കെ അടിക്കുക. ഒരുമിച്ച് അങ്ങ് കുറേ നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റായി പോവും. ഇതുപോലെ നമുക്ക് നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടില്ല. അപ്പോൾ അതാ ഞാനിവിടെ നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ നട്ട്സ് പൊടിച്ചതും നമ്മൾ അരിച്ചിട്ടെടുക്കണം. ഇതും നമുക്ക് നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പാലിൽ കലക്കുന്ന സമയത്ത് താഴെ വന്നിട്ട് അടിഞ്ഞ് കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ നട്ട്സൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നൈസായിട്ടുള്ള പൊടിയാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മുടെ നട്ട്സ് പൊടിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് എന്ന് പറഞ്ഞ പോലെ അധികം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഗോതമ്പ് തന്നെ നല്ല പ്രോട്ടീനാണ് ഇതുപോലെ മുളപ്പിച്ച് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഹോർലിക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ മിൽക്ക് സോളിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കണേ. അപ്പോൾ പാൽപ്പൊടിയുടെ ഒരളവ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാര്യം നമ്മൾ ഹോർലിക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഹോർലിക്സിൻ്റെ അതേ ടേസ്റ്റ് ഒരിക്കലും നമുക്ക് ഈ പൊടിക്ക് കിട്ടില്ല, കാരണം നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് ആ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പോൾ അതൊക്കെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പ്രോട്ടീൻ പൗഡർ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 2 ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ബൗളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏലക്ക ഫ്ലേവറിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണത്തിൽ ഏലക്ക പൊടിച്ചതും ഒരെണ്ണത്തിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുകയാണെങ്കിൽ നമുക്കത് ചോക്ലേറ്റി ഫ്ലേവറിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്താൽ തന്നെ അത് നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ കൊക്കോ പൗഡറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഹോർലിക്സ് റെഡിയായി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1 സ്പൂൺ നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ല ചൂടുള്ള പാൽ അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളവും ചേർക്കാവുന്നതാണ് കേട്ടോ. കാര്യം നമ്മളിതിൽ പാൽപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ പാൽപ്പൊടിയുടെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലും കലക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടയൊന്നുമില്ലാതെ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നമ്മൾ പാലിൽ കലക്കുന്ന സമയത്ത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ താഴെ കട്ടയായിട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട് അലിയാതെ. അപ്പോൾ നമ്മുടെ ഹോർലിക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഒരു തവണ. കുട്ടികൾക്കൊക്കെ വെയിറ്റ് കൂടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഹോർലിക്സിൻ്റെ അതേ ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഇത് അത്യാവശ്യം ടേസ്റ്റിയാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്